മോഹൻലാലിനെയും മീനയെയും കേന്ദ്ര കഥാപാത്രങ്ങളാക്കി ജീത്തു ജോസഫ് സംവിധാനം ചെയ്ത ദൃശ്യത്തിന് നല്ല പ്രതികരണമാണ് ആദ്യ ദിവസം തിയേറ്ററുകളിൽ നിന്ന് കിട്ടുന്നത്. ചിത്രത്തിൽ മോഹൻലാലിൻ്റെ മകളുടെ വേഷം കൈകാര്യം ചെയ്ത അൻസിബയാണിന്ന് കോഴിക്കോട് സ്റ്റുഡിയോയിൽ എത്തിയിരിക്കുന്നത്. തുടങ്ങാല്ലേ? അതെ. അൻസിബ, അധികം കേട്ടിട്ടില്ലാത്തൊരു പേര്. എന്താണ് അൻസിബ എന്നുള്ള പേരിൻ്റെ അർത്ഥം? ശരിക്കും പറഞ്ഞാൽ എനിക്കും അറിയില്ല അൻസിബ എന്ന പേരിന്റെ അർത്ഥം എന്താണെന്ന്. പക്ഷെ ജീവിതത്തിൽ ഒരു അർത്ഥം ഉണ്ടായി ഈ സിനിമ റിലീസ് ആവുന്നതോടെ, അല്ലേ? തീർച്ചയായിട്ടും അതെ. മലയാളത്തിലെ അരങ്ങേറ്റം എങ്ങനെ ഗംഭീരമായി ഈ പടം ഇപ്പോൾ? അതെ, ഗംഭീരമായി. എല്ലാവരും എൻ്റെ അടുത്ത് പറയുന്നത് പടം ഫസ്റ്റ് ഷോ 9:30 മോർണിംഗ് ഷോ കണ്ടിട്ട് എൻ്റെ അടുത്ത് വിളിച്ചു പറഞ്ഞു ഗംഭീരമാണ് പടം. എൻ്റെ ഒരുപാട് ഫ്രണ്ട്സ് പറഞ്ഞു നീ അടുത്തുണ്ടായിരുന്നു, ഈ കെട്ടിപ്പിടിച്ച് ഉമ്മ തന്നേനെ, ഇത്രയും നല്ലൊരു മൂവിയിൽ ഒരു ഭാഗമാവാൻ നിനക്ക് പറ്റിയില്ലേ, വാട്ട് ഈസ് സ്ക്രിപ്റ്റ് എന്നാണ് ഒരുപാട് പേര് എൻ്റെ അടുത്ത് ചോദിക്കുന്നത്. അത് ജിത്തു സാറിൻ്റെ കഴിവാണ്. എനിക്ക് പറയാൻ വാക്കുകളില്ല ഈ പടത്തിനെ പറ്റിയിട്ട്. കാരണം എല്ലാവരും പറയുന്നത് ഞങ്ങളുടെ ലാലേട്ടനെ ഞങ്ങൾക്ക് തിരിച്ചു കിട്ടി ഈ മൂവിയിലൂടെ എന്നാണ്. അവർക്ക് പണ്ട് ലാലേട്ടൻ എങ്ങനെ ആ പഴയ ലാലേട്ടനെ കിട്ടിയെന്ന് എല്ലാവരും പറയുന്നു. അപ്പോൾ ഒരുപാട് സന്തോഷമുണ്ട് ഇതിലെ ഒരു പ്രധാന ക്യാരക്ടർ ചെയ്യാൻ പറ്റിയതിൽ. 11 ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു കുട്ടിയുടെ വേഷമാണ് അൻസിബയിൽ ചെയ്യുന്നത്. അൻസിബയുടെ വേഷം എന്താണ് ഇതിൽ? ഇതിൽ ലാലേട്ടൻ്റെ ക്യാരക്ടർ ജോർജ് കുട്ടി. ഈ ജോർജ് കുട്ടിയുടെ +1 പഠിക്കുന്ന അഞ്ജു ജോർജ് എന്ന മൂത്ത മകളായിട്ടാണ് ഞാൻ അഭിനയിക്കുന്നത്. ഇതിൽ അച്ഛനും അമ്മ 2 കുട്ടികൾ, വളരെ സ്മൂത്തായിട്ട് പോകുന്ന ഒരു ഫാമിലി, വളരെ സ്നേഹത്തോടെ കഴിയുന്നൊരു ഫാമിലി. കാണുമ്പോൾ തന്നെ മനസ്സിലാവും ഒരു ടിപ്പിക്കൽ മലയാളി കുടുംബം. അവരുടെ സ്നേഹവും ബന്ധവും ഒക്കെ നമുക്ക് ആ സോങ്ങിലൂടെയും എല്ലാത്തിലും നമുക്കത് പെട്ടെന്ന് കണ്ടാൽ മനസ്സിലാവും. അങ്ങനെയുള്ളൊരു ഫാമിലിയിൽ പെട്ടെന്ന് ഒരു പ്രശ്നം നടക്കുകയാണ്. ഈ പ്രശ്നം നടക്കുമ്പോഴും അത് ഈ അച്ഛൻ മാത്രമോ അല്ലെങ്കിൽ അമ്മ മാത്രമോ ആയിട്ടല്ല നേരിടുന്നത്. അച്ഛനും അമ്മയും ഈ 2 മക്കളും ചേർന്ന്, അതായത് കുടുംബം ഒറ്റക്കെട്ടായിട്ടാണ് നേരിടുന്നത്. അതാണ് ഇതിൻ്റെ പ്രത്യേകത. അടുത്ത കാലത്ത് നല്ല സിനിമകൾ മലയാളികൾക്ക് സമ്മാനിച്ച ഒരു സംവിധായകനാണ് ജീത്തു ജോസഫ്. അത് മോഹൻലാൽ കൂട്ടുകെട്ടാവുമ്പോൾ കുറച്ചുകൂടെ നല്ല പ്രതീക്ഷകൾ, പ്രേക്ഷകർ പ്രതീക്ഷിച്ച പോലെ നല്ലൊരു ചിത്രം ലഭ്യമാവുകയും ചെയ്യുന്നു. എങ്ങനെയാണ് ദൃശ്യത്തിലേക്ക് അൻസിബ എത്തിയത്? ഞാൻ മലയാളത്തിലെ എൻ്റെ ആദ്യത്തെ മൂവിയാണ്. ഞാൻ തമിഴിൽ മൂവി ചെയ്തിട്ടുണ്ട്. ഞാൻ ഒരു റിയാലിറ്റി ഷോ വഴിയാണ് ഫിലിം ഇൻഡസ്ട്രിയിൽ വന്നത്. മലയാളത്തിലൊരു റിയാലിറ്റി ഷോ ചെയ്തു, അതിൽ വിന്നറായിരുന്നു. അതിലെ ഫോട്ടോസൊക്കെ കണ്ടിട്ടാണ് എന്നെ തമിഴ് മൂവിയിലേക്ക് വിളിച്ചത്. അങ്ങനെ തമിഴ് മൂവി ചെയ്തു. മണിവണ്ണൻ സാറിൻ്റെ മൂവി, സത്യരാജ് സാറായിരുന്നു അതിൽ. പിന്നെ SP രാജ്കുമാർ സാറിൻ്റെ പാക്കണം പോലിருக்கு. തമിഴ് മൂവി ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു ടൈമായിരുന്നു. ആ സമയത്താണ് ജിത്തു സാറിൻ്റെ ഈ മൂവിയിലേക്ക് എനിക്ക് ഓഫർ വന്നത്. എൻ്റെ ഫോട്ടോ കണ്ടിട്ടാണ് വിളിച്ചത്. അങ്ങനെ അവിടെ പോയി സ്ക്രീൻ ടെസ്റ്റൊക്കെ കഴിഞ്ഞിട്ടാണ് സെലക്ട് ചെയ്തത്. സോ സാർ എന്നെ സെലക്ട് ചെയ്തു എന്ന് പറഞ്ഞപ്പോൾ എനിക്ക് ശരിക്കും എന്ത് ചെയ്യണമെന്ന് അറിയാത്തൊരവസ്ഥയായിരുന്നു. എന്താ വെച്ചാൽ മെമ്മറീസ് ഹിറ്റായി നിൽക്കുന്നൊരു സമയമാണ്. അപ്പോൾ മെമ്മറീസ് അങ്ങനെ ഓടിക്കൊണ്ടിരിക്കുന്ന ഒരു മൂവി. പെട്ടെന്ന് ആ സാർ എൻ്റെ അടുത്ത് പറയാൻ നെക്സ്റ്റ് മൂവിയിൽ നീയാണ് ചെയ്യുന്നത് ഒരു പ്രധാനപ്പെട്ട ക്യാരക്ടർ എന്ന് പറഞ്ഞപ്പോൾ ശരിക്കും എൻ്റെ ജീവിതത്തിൽ കിട്ടിയ ഏറ്റവും വലിയൊരു ഗിഫ്റ്റാണിത്. താങ്ക് യു സോ മച്ച് ജിത്തു സാർ. ഈ സിനിമയുടെ റിവ്യൂസൊക്കെ വായിച്ചപ്പോൾ ഈ കുട്ടികളായ 2 പേർക്കും പ്രത്യേക മെൻഷൻ അതിലെല്ലാം കണ്ടു.
നിങ്ങളുടെ ക്യാരക്ടർ അപ്പോൾ അത്രത്തോളം ആ സിനിമയിൽ പ്രധാനമാണോ? തീർച്ചയായിട്ടും. ഞാൻ പറഞ്ഞല്ലോ, ഈ ഫാമിലി സ്മൂത്തായിക്കൊണ്ട് പോകുന്നൊരു ഫാമിലി അവർക്ക് നേരിടുന്നൊരു പ്രശ്നമാണ്. അപ്പോൾ 4 പേരും ഒറ്റക്കെട്ടായിട്ടാണ് ഈ പ്രശ്നത്തെ നേരിടുന്നത്. അപ്പോൾ ഈ അച്ഛൻ്റെയും അമ്മയുടെയും കൂടെ ഈ 2 മക്കളും ഉണ്ട്. എൻ്റെ അനിയത്തിയായിട്ട് അഭിനയിച്ചത് ബേബി എസ്റ്റർ. അവളും വളരെ നന്നായിട്ട് പെർഫോം ചെയ്തിട്ടുണ്ട്. സോ വളരെ നന്നായി പെർഫോം ചെയ്യുന്ന ഒരു ടീം. അപ്പോൾ പിന്നെ ഞാനാണ് ഇതിൽ ന്യൂ കമർ. ഇത്രയും നന്നായി പെർഫോം ചെയ്യുന്ന ഇവരുടെ കൂടെ എനിക്ക് അഭിനയിക്കാൻ പറ്റിയതിൽ എനിക്ക് ഒരുപാട് സന്തോഷമുണ്ട്. പിന്നെ ലാലേട്ടൻ്റെ കൂടെ അഭിനയിക്കുമ്പോൾ നമുക്ക് ശരിക്കും ഞാൻ ഫസ്റ്റ് ഡേ ലാലേട്ടൻ്റെ കൂടെ അഭിനയിച്ചപ്പോൾ ഞാൻ ശരിക്കും അഭിനയിക്കാൻ മറന്നുപോയി. അതാണ് സത്യം. ലാലേട്ടൻ അഭിനയിച്ചു, പക്ഷെ അത് അഭിനയമായിട്ടല്ല എനിക്ക് തോന്നിയത്. നാച്ചുറലായിട്ട് എന്തോ എൻ്റെ അടുത്ത് പറയാണെന്ന് പെട്ടെന്ന് അസോസിയേറ്റ് ഡയറക്ടറിൻ്റെ അടുത്ത് പറഞ്ഞപ്പോഴാണ് ഞാൻ ആലോചിച്ചത്, ഓക്കെ, ഓ മൈ ഗോഡ്, ഞാനിത് പറഞ്ഞില്ലല്ലോ എന്ന്. അത്രയും എനിക്ക് അറിഞ്ഞുകൂടാ ഇങ്ങനെയൊക്കെ അഭിനയിക്കാൻ എങ്ങനെ പറ്റുന്നത്. അത്ഭുതമാണ്. അത്ഭുത ലോകത്താണ് അൻസിബ. നമ്മുടെ നടിമാര് തമിഴ്നാട്ടിലേക്ക് ബസ് കയറുമ്പോൾ അൻസിബ എന്താ തമിഴ്നാട്ടിൽ നിന്ന് ഇങ്ങോട്ട് വണ്ടി കയറിയത്? എനിക്ക് സത്യം പറഞ്ഞാൽ എനിക്ക് ആദ്യം മലയാളത്തിൽ ചെയ്യാൻ തന്നെ ആയിരുന്നു താല്പര്യം. എനിക്കെന്തോ അറിഞ്ഞുകൂടാ, എനിക്ക് ഓഫേഴ്സ് മലയാളത്തിൽ നിന്ന് നല്ല ഓഫേഴ്സ് വന്നില്ല, അതാണ് സത്യം. എനിക്ക് തമിഴിൽ നിന്നാണ് ഓഫർ കിട്ടിയത്, അതുകൊണ്ട് ചെയ്തു. അപ്പോഴേ എനിക്ക് മലയാളത്തിൽ നിന്ന് കിട്ടുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഞാൻ ആദ്യം മലയാളം തന്നെ ആയിരിക്കും ചെയ്തിട്ടുണ്ടാവുക. പഠിക്കുകയാണ് ഇപ്പോൾ അൻസിബ? അതെ, ഞാൻ ഡിഗ്രി പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. പുതിയ പ്രൊജക്റ്റുകൾ ഒക്കെ വന്നിട്ടുണ്ടോ ദൃശ്യം റിലീസായതോടുകൂടി? പുതിയ ഒരുപാട് പ്രോജക്റ്റുകൾ പറയുന്നുണ്ട്. അത് ഇനി ലേറ്റർ ഐ ഷുവർ ഇൻഫോം യു. ഇപ്പം മീനയുണ്ട്, മീനയും മോഹൻലാലും ചെറിയൊരു ഇടവേളയ്ക്ക് ശേഷം വീണ്ടും ഒന്നിക്കുന്നു. 2 കുട്ടികളുടെ കാര്യം പറഞ്ഞു. ഇതിൽ വരുന്ന മറ്റ് താരങ്ങൾ, പിന്നിൽ പ്രവർത്തിച്ചവരാരൊക്കെയാണ്? ഇതിൽ സുജിത് വാസുദേവ് മെമ്മറീസിൻ്റെ ക്യാമറാമാനാണ്. ക്യാമറ വർക്ക്സ് എടുത്ത് പറയേണ്ടതാണ്. വളരെ നന്നായിട്ടുണ്ടെന്ന് എല്ലാവരും പറഞ്ഞു. അത് മെമ്മറീസ് കണ്ടാൽ തന്നെ എല്ലാവർക്കും അറിയാം. പിന്നെ ഇതിൻ്റെ ഒരു ബാനർ ആൻ്റണി പെരുമ്പാവൂർ ചേട്ടൻ, അത് ആശീർവാദിൻ്റെ ബാനറാണ്. പിന്നെ ഇതിൻ്റെ പിന്നണിയിൽ പ്രവർത്തിച്ച എല്ലാവരും, ഈച്ച് ആൻഡ് എവറി പേഴ്സൺ, അത് ലൈറ്റ് ബോയ് മുതൽ പ്രൊഡ്യൂസർ വരെ എല്ലാവരും ഒരുപോലെയാണ് അധ്വാനിച്ചിരിക്കുന്നത്. അതുകൊണ്ട് ഒരാളെ പേര് മാത്രം എനിക്ക് എടുത്തു പറയാൻ പറ്റില്ല. ഇതിൽ എത്ര പേര് പ്രവർത്തിച്ചിട്ടുണ്ടോ അത്രയും പേർക്ക് താങ്ക്സ്. അത്രയും പേരുടെ ഹാർഡ് വർക്കാണ് ദൃശ്യം. ഡിഗ്രിയിലെത്തിയതേ ഉള്ളൂ, ഇനി ഒരുപാട് സമയമുണ്ട് മുന്നിൽ. സിനിമയിൽ സജീവമാകാൻ തന്നെയാണോ താല്പര്യം? തീർച്ചയായിട്ടും. ഏത് തരം കഥാപാത്രങ്ങളാണ് മനസ്സിലങ്ങനെ ഇന്ന കഥാപാത്രം ചെയ്താൽ കൊള്ളാമെന്നുള്ള ആഗ്രഹമുണ്ടോ, അല്ല കയ്യിൽ കിട്ടുന്ന എല്ലാ കഥാപാത്രവും ചെയ്യാനുള്ള ലക്ഷ്യമാണോ? കൈ കിട്ടുന്ന എല്ലാ ക്യാരക്ടേഴ്സും എന്നാൽ കഴിയുന്ന വിധം മനോഹരമാക്കണം എന്നാണ് എൻ്റെ ആഗ്രഹം. പിന്നെ ഒരുപാട് മൂവികൾ കാണുമ്പോൾ നമുക്ക് ചില ക്യാരക്ടേഴ്സ് കാണുമ്പോൾ തോന്നും, അത് ഞാനായിരുന്നെങ്കിൽ, അല്ലെങ്കിൽ ഞാൻ ചില സമയത്ത് ഇനാക്ട് ചെയ്ത് നോക്കാറുണ്ട്, അത് ഞാനായിരുന്നെങ്കിൽ അതിങ്ങനെ. ചില സമയത്ത് ഞാൻ റൂം അടച്ചിട്ട് ഡ്രസ്സിങ് ടേബിളിൻ്റെ മുന്നിലൊക്കെ പോയി നിന്നിട്ട് അഭിനയിച്ച് നോക്കാറൊക്കെ ഉണ്ടായിരുന്നു ആദ്യം. ഇപ്പോഴും ചില സമയത്ത് ചെയ്യാറുണ്ട്. പണം, പ്രശസ്തി, പദവി, ഇതിനപ്പുറം സിനിമ എന്ന മേഖലയിലേക്ക്, സിനിമ എന്ന ലോകത്തേക്ക് വരുമ്പോൾ എന്തായിരുന്നു മനസ്സിലുണ്ടായൊരു ലക്ഷ്യം? ഞാൻ ചെറുപ്പം മുതലേ ഒരുപാട് സിനിമകൾ വാച്ച് ചെയ്യുന്ന ഒരാളാണ്. ഞാൻ സിനിമയിൽ അഭിനയിക്കുമെന്നോ അങ്ങനെയൊന്നും ഞാൻ വിചാരിച്ചിട്ടില്ല. ഒരുപക്ഷെ എനിക്ക് ചെറിയ പ്രായത്തിൽ ഞാൻ സിനിമയിൽ എങ്ങനെ എത്താനാ, സത്യമായിരുന്നു അത്. ഞാനൊരു സാധാരണ ഒരു മുസ്ലിം ഫാമിലിയിലുള്ളൊരു കുട്ടിയാണ്. എനിക്ക് സിനിമയിലേക്ക് എങ്ങനെ വരണം എന്നൊന്നും അറിഞ്ഞുകൂടാ. പിന്നെ വരാനുള്ള സാഹചര്യങ്ങളില്ല, വഴികളില്ല. എൻ്റെ ഫാമിലിയിൽ നിന്ന് ആരും ഇല്ല സിനിമ അറിയുന്നത്. ആകെ സിനിമയുമായിട്ടുള്ള ബന്ധം തിയേറ്ററിൽ പോയിട്ട് ഏത് പടങ്ങൾ ഇറങ്ങിയാലും ഞങ്ങൾ പോയി കാണും. അത് ഫാമിലി മുഴുവനായിട്ടാണ് പോവുക. ഇപ്പോഴും ഞങ്ങൾ അത് തന്നെയാണ് ചെയ്യുന്നത്. എല്ലാ മൂവീസും കാണും, ഒരു മൂവിയൊന്നും മാത്രമൊന്നുമില്ല. അപ്പോൾ അപ്പോഴേ എനിക്ക് ചില ക്യാരക്ടേഴ്സ് കാണുമ്പോൾ ഞാനിങ്ങനെ വിചാരിക്കും, എനിക്ക് ചെയ്യാൻ പറ്റിയിരുന്നെങ്കിൽ. പക്ഷെ ഞാൻ ആരടുത്തും പറഞ്ഞിട്ടൊന്നുമില്ല. എൻ്റെ ഉമ്മക്കായിരുന്നു വളരെ ആഗ്രഹം ഞാനൊരു ആക്ട്രസ്സായി കാണണം. സാധാരണ എല്ലാ പാരൻസും എൻ്റെ മകൾ ഒരു എഞ്ചിനീയർ ആവണം അല്ലെങ്കിൽ ഡോക്ടർ ആവണം എന്നൊക്കെ പറയാം. പക്ഷെ എൻ്റെ ഉമ്മ ഡിഫറെൻ്റ് ആയിട്ടാണ് ചിന്തിച്ചത്. എൻ്റെ മകൾ ഒരു ആക്ട്രസ് ആവണം, അവൾ അഭിനയിച്ച മൂവി കാണണം എന്നൊക്കെ. അപ്പോൾ ഈ ദൃശ്യം എന്ന മൂവി ശരിക്കും ജിത്തു സാർ എനിക്ക് തന്ന വലിയൊരു ഗിഫ്റ്റാണ്. വലിയൊരു
ഗിഫ്റ്റ് മാത്രമല്ല, എനിക്കറിയില്ല, എൻ്റെ ലൈഫിൽ കിട്ടിയ ഏറ്റവും വലിയൊരു ഓപ്പർച്യൂണിറ്റിയാണ്. അപ്പോൾ ഈ ഓപ്പർച്യൂണിറ്റിയിൽ ഏറ്റവും കൂടുതൽ എന്നെക്കാൾ സന്തോഷിക്കുന്ന എൻ്റെ ഉമ്മയാണ്. ഇപ്പോൾ ഈ കോഴിക്കോട്ടെ ഒരു program മുസ്ലിം കണ്ടിരിക്കുന്നുണ്ടാവും. കുടുംബം എങ്ങനെയാണ് ഇതിനോട് അവർ അഡ്ജസ്റ്റ് ചെയ്തത്? ഞാൻ പറഞ്ഞല്ലോ, എൻ്റെ പാരൻസ് വളരെ സപ്പോർട്ടീവായിരുന്നു. എൻ്റെ ഉമ്മക്ക് വളരെ ഇഷ്ടമായിരുന്നു ഞാനൊരു ആക്ട്രസ് ആവുന്നത്. എൻ്റെ ഉപ്പ, എൻ്റെ ബ്രദേഴ്സ്, എൻ്റെ അനിയത്തി, എൻ്റെ വല്യമ്മ, ഞങ്ങൾ വലിയൊരു ഫാമിലിയാണ്. ഞങ്ങൾ ഫാമിലി മെമ്പേഴ്സ് എല്ലാവർക്കും ഇഷ്ടമാണ് ഞാൻ അഭിനയിക്കുന്നത്. അപ്പോൾ എൻ്റെ മൂവി കണ്ടിട്ട് അവർ എത്ര തവണ ഇനിയും പോയി കാണാൻ പോകുന്നു എന്ന് എനിക്ക് അറിഞ്ഞൂടാ. എൻ്റെ ബ്രദറൊക്കെ എൻ്റെ അടുത്ത് വന്ന് പറയും, ഇത്താത്താൻ്റെ സീൻ കാണുമ്പോൾ ക്ലാപ്സ് വരുമ്പോൾ എന്താ ചെയ്യേണ്ടതെന്ന് അറിഞ്ഞൂടാ, ഞാൻ അപ്പുറത്ത് 2 സൈഡിലേക്കും നോക്കെ. പിന്നെ ഉമ്മനെ പറ്റി പറയും, ഉമ്മ സിനിമ കാണുമ്പോൾ അടുത്തിരിക്കുന്നവർ ചിലപ്പോൾ എൻ്റെ സീൻ വരുമ്പോൾ പടം ഫസ്റ്റ് ടു ലാസ്റ്റ് വരെ ക്ലാപ്സ് ആണ്, പടം അവസാനിക്കുമ്പോൾ എഴുന്നേറ്റ് നിന്ന് എല്ലാവരും കൈയടിക്കുകയാണെന്നാണ് എല്ലാവരും പറയുന്നത്. അപ്പോൾ എസ്പെഷ്യലി എൻ്റെ സീൻസ് വരുമ്പോൾ തീർച്ചയായിട്ടും എൻ്റെ ഫാമിലിക്ക് കുറച്ചുകൂടെ ഒരു അറ്റാച്ച്മെൻ്റ് ഉണ്ടാവും. അപ്പോൾ എൻ്റെ ഉമ്മ ഇങ്ങനെ 2 സൈഡിലേക്കും നോക്കിയിട്ട് ചിരിക്കുകയാണോ അതോ കണ്ണിൽ നിന്ന് ടിയർ ഡ്രോപ്സ് വരികയാണോ എന്ന് അറിഞ്ഞൂടാന്നാണ് പറഞ്ഞത്. ഞാൻ എൻ്റെ ഉമ്മാൻ്റെ കൂടെ ഇരുന്നിട്ട് കണ്ടിട്ടില്ല, കാണണം, ഇന്നാണ് കാണുന്നത് എൻ്റെ ഉമ്മാൻ്റെ കൂടെ. പൃഥ്വിരാജും ജയസൂര്യയും കുഞ്ചാക്കോ ബോബനൊക്കെയാണല്ലോ ഇപ്പോൾ തിരക്കുള്ള നടന്മാർ മലയാള സിനിമയിൽ. 3 പേരുടെയും സിനിമ ഒരേ സമയത്ത് വന്നാൽ ആരുടെ നായികയായിട്ട് അഭിനയിക്കും? 3 പേർക്കും അനുസരിച്ച് ഡേറ്റ്സ് കൊടുക്കും. ഇല്ല, ഒരേ സമയത്താണ് ഷൂട്ടിംഗ്, തിരഞ്ഞെടുക്കാം. വേറെ സമയം ഇല്ല. ഞാൻ മീൻസ് 3 പേരുടെയും മൂവി ഒരുമിച്ച് നടക്കണമെന്നില്ലല്ലോ, അപ്പോൾ ഗ്യാപ്പ് എന്തായിട്ടും അൻസിബ സിനിമാ നടിയാവേണ്ട ആള് തന്നെയാണ്, സംസാരത്തിൽ നിന്ന് അത് മനസ്സിലാവുന്നുമുണ്ട്. തമിഴിൽ നിന്ന് ഓഫർ ഉണ്ടോ ഇപ്പോൾ? അതെ, തമിഴിൽ ഇപ്പോൾ ഓഫർ ഉണ്ട്. പിന്നെ ഞാൻ ആദ്യമേ പറഞ്ഞല്ലോ, എനിക്ക് മലയാളം ചെയ്യാൻ തന്നെ ആയിരുന്നു ആദ്യം താല്പര്യം. എനിക്ക് ഓഫർ ഇല്ലായിരുന്നു, അതാണ് സത്യം. അപ്പോൾ ഇപ്പോൾ ഓഫേഴ്സ് വരുന്നുണ്ട്, അതുകൊണ്ട് മാക്സിമം മലയാളം തന്നെ ചെയ്യാനാണ് എൻ്റെ താല്പര്യം. സിനിമയില്ലാതെ വേറെ ഏതെങ്കിലും മേഖലയിൽ താല്പര്യമുണ്ടോ? ഹോബീസ് എന്തൊക്കെയാ? എൻ്റെ ഹോബീസ്, ഞാൻ ബുക്സ് വായിക്കും. പിന്നെ വീട്ടിൽ എനിക്ക് ബ്രദേഴ്സും സിസ്റ്ററും ഒക്കെ ഒരുപാട് പേരുണ്ട്, തല്ലുണ്ടാക്കും, അവരായിട്ട് അടിപിടിക്കും. പിന്നെ സിനിമ കാണും, അതാണ് മെയിൻ ഹോബി. ഈ പറഞ്ഞ കാര്യങ്ങളൊന്നും ഏത് മൂവി വന്നാലും തിയേറ്ററിൽ മോർണിംഗ് ഷോയിലൂടെ പ്രേക്ഷകരുടെ മുമ്പിൽ അവതരിപ്പിക്കാൻ പറ്റില്ല, തല്ലുകൂടാനൊന്നും പറ്റില്ല. പാട്ട് പാടുമെങ്കിലും ഒരു അവസരം തരാം, പാട്ട് പാടുമോ? പാട്ട് എനിക്ക് സത്യമാണ്, എനിക്കിപ്പോൾ കോൾഡാണ്, അതുകൊണ്ട് പാടാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്. ഇതെല്ലാവരും പറയുന്ന ഒരു എക്സ്ക്യൂസ് ആണ് എല്ലാവരും. ഇനിയിപ്പോൾ സിനിമ കാണാനുള്ള പ്രേക്ഷകരോട് എന്താണ് പറയാനുള്ളത്? ഇന്നലെ ഇറങ്ങി നല്ല അഭിപ്രായം വരുന്നു തിയേറ്ററിൽ നിന്ന്, അൻസിബയ്ക്ക് എന്താണ് പറയാനുള്ളത്? ദൃശ്യം എന്ന മൂവി, ജിത്തു ജോസഫ് സർ, മോഹൻലാൽ, ഈ സ്ക്രിപ്റ്റ്, ഈ 3 ഘടകങ്ങൾ മാത്രം മതി ഈ ദൃശ്യം എന്ന മൂവി വിജയിക്കാനും ഈ മൂവി കാണാനും. അല്ലാതെ വേറെ ഒന്നും ആവശ്യമില്ല, ഈ 3 ഘടകങ്ങൾ മാത്രമാണ് ഈ മൂവിൻ്റെ ശരിയാണ്, എല്ലാവരും സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്, പക്ഷേ ഈ 3 ഘടകങ്ങളാണ് ഇമ്പോർട്ടൻറ്റ്. സോ ഈ മൂവി നിങ്ങളെല്ലാവരും പോയി കാണണം. എല്ലാവരും കാണുമെന്ന് എനിക്കറിയാം, കാരണം അതിൻ്റെ റിവ്യൂ അങ്ങനെയാണ്. എത്രയോ വർഷങ്ങൾക്ക് ശേഷം ഇങ്ങനെ ഒരു സ്ക്രിപ്റ്റ് കണ്ടിട്ടില്ല എന്ന് ഒരുപാട് പേര് പറയുന്നു. അത് ഇൻ്റർനെറ്റിലായിക്കോട്ടെ, നേരിട്ട് ഫോൺ ചെയ്ത് എങ്ങനെയൊക്കെ പറയാൻ പറ്റും, ആ രീതിയിലൊക്കെ എല്ലാവരും പറയുന്നുണ്ട്. സോ കാണാത്തവർ എല്ലാവരും പോയി കാണുക. ഇപ്പോൾ ഇന്നലെ റിലീസായിട്ടുള്ളൂ, ഇനിയും ഒരുപാട് 100 ദിവസം തീർച്ചയാണ്. അപ്പോൾ 100 ദിവസത്തിൻ്റെ മേലെ കൊണ്ടുപോകേണ്ടത് നിങ്ങളാണ്. തീർച്ചയായിട്ടും നിങ്ങളെല്ലാവരും ഇനിയും 100 ദിവസത്തിൻ്റെ മേലെ കൊണ്ടുപോകാൻ സഹായിക്കുക. അൻസിബ, എല്ലാ ആശംസകളും, നല്ല ഒരുപാട് കഥാപാത്രങ്ങൾ തേടി എത്തട്ടെ എന്ന് ആശംസിക്കുന്നു. ഒപ്പം ദൃശ്യത്തിനും എല്ലാ ആശംസകളും നേരുന്നു. നന്ദി മോർണിംഗ് ഷോയിൽ അതിഥിയായി എത്തിയത്. താങ്ക് യു സോ മച്ച്.